രാഹുൽ പറഞ്ഞു വന്ന കൂട്ടത്തിൽ രാഹുൽ പറഞ്ഞ ഒരു പോയിന്റ് ഇപ്പോഴും ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ആളുകളുടെ മനസ്സിലുണ്ട്. അത് വേറൊന്നുമല്ല, ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാള് ഭയങ്കര അഗ്രസീവ് അഡ്വക്കസി ഓഫ് ആളുകൾ പറയുന്നത് പോലാണെങ്കിൽ സോ കോൾഡ് സംഘപരിവാർ അത്തരം ആശയങ്ങളുടെ ഒരു വലിയ പ്രയോക്താവും പ്രായോഗികവൽക്കരണവാദിയും അതിനുവേണ്ടി നഖശികാന്തം എന്താ പറയുക, ഇപ്പം ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അലമുറയിട്ട് ആ പോയിന്റ് സ്ഥാപിച്ചെടുക്കുന്ന ആളാണ്. പക്ഷേ എങ്ങനെ താങ്കൾ ഈ പറയുന്ന ഇങ്ങനെ രൂപപ്പെട്ടു എന്ന് പറയുന്നത് ആളുകൾക്ക് അങ്ങോട്ട് ഇപ്പോഴും എന്താ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എങ്ങനെയാണ് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ, അതായത് നമ്മുടെ നാട്ടിൽ അത് മുസ്ലിങ്ങൾക്കും മതേതരവാദികൾക്കും കൂടി പറ്റുന്ന ശരിയാക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും ആരെങ്കിലും ഹിന്ദു എന്ന് പറഞ്ഞാൽ അവനെ ഓൾറെഡി സംഘി ചാപ്പയടിക്കും. പാടില്ല, നേരെ തിരിച്ചാണ്. ഹിന്ദു വേറെ, ഹിന്ദുത്വ വേറെ. ഇതാണ് ശശി തരൂർ സാറൊക്കെ ഇടയ്ക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച നറേറ്റീവ്, ഹിന്ദു വേഴ്സസ് ഹിന്ദുത്വ. യഥാർത്ഥത്തിൽ ഹിന്ദു വേറെ, ഹിന്ദുത്വ വേറെ. ഞാൻ ഏതോ ചർച്ചയ്ക്ക് കൈരളി ഇരുന്നെന്ന് പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസിയോ എന്നായിരുന്നു ചർച്ച. ഞാൻ പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവനാണ് ഹിന്ദു സന്യാസി, ഗോഡ്സെയാണ് ഹിന്ദു വിരുദ്ധൻ. അതായത് ഇത് മതേതരം വേഴ്സസ് വർഗീയമല്ല, ആ ഡിബേറ്റ് അല്ല നമുക്ക് വേണ്ടത്. നേരെ തിരിച്ച് ഹിന്ദു വേഴ്സസ് ഹിന്ദുത്വ എന്ന ഡിബേറ്റാണ്. ഹിന്ദു വേഴ്സസ് ഹിന്ദുത്വ വന്നാലേ ഈ വിശ്വാസികളായ നല്ല ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കും. ഇനി ഒരു ഹിന്ദുവിന്റെ ഓപ്പോസിറ്റ് ഹിന്ദുത്വമാണ്, നോട്ട് മുസ്ലിം. അല്ല, ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർത്തോളൂ, ഹിന്ദുവിന്റെ ഓപ്പോസിറ്റ് ഹിന്ദുത്വയാണ്, ഗാന്ധിയുടെ ഓപ്പോസിറ്റ് ഗോഡ്സെയാണ്. ഗാന്ധിയുടെ ഓപ്പോസിറ്റ് ജിന്നയല്ല, ഗാന്ധിയുടെ ഓപ്പോസിറ്റ് ജിന്നയല്ല, ഗാന്ധിയുടെ ഓപ്പോസിറ്റ് ഇന്ത്യയിലെ മുസ്ലിം ലീഗ് പണ്ടേ അല്ല. ഗാന്ധിയുടെ ഓപ്പോസിറ്റ് ജിന്നയല്ല, ഗാന്ധിയുടെ ഓപ്പോസിറ്റ് ഗോഡ്സെയാണ്. കാര്യം വേറൊന്നും വേണ്ട, ഗാന്ധിയെ കൊന്നാരാ? ഗാന്ധിജിയെ എതിർക്കുമെങ്കിലും ഗാന്ധിജിയെ വലിയ ബഹുമാനമായിരുന്നു ജിന്നയ്ക്ക്. ഗാന്ധിജിക്ക് തിരിച്ചും, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമുണ്ട്. എതിരാളിയല്ല, അല്ലെങ്കിൽ നമ്മുടെ ആശയപരമായ എതിരാളിയല്ല നമ്മുടെ ശത്രു. ആശയപരമായ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവർക്കും നിലപാടുകൾ വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ ഗാന്ധിജിയെ കൊല്ലാൻ തക്ക ദേഷ്യം ഉണ്ടായ ഗോഡ്സെക്ക് എന്തുകൊണ്ടാണ്? ഗോഡ്സെക്ക് ഇല്ലാത്ത രീതി പ്രാന്താണ്. ഗോഡ്സെ പറയുന്നത് നമ്മുടെ രാജ്യം എന്താ പറയണേ, ഈ സാധനങ്ങൾ പോയി. ഗാന്ധിജിയെ മുമ്പും ഗോഡ്സെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു ബ്രാഹ്മണിക്കൽ എക്സ്ട്രീമിസമാണ്. ബ്രാഹ്മണ്യമല്ല, ബ്രാഹ്മണ്യം വളരെ പവിത്രവും. എന്റെ മുത്തശ്ശൻ ഏറ്റവും കൂടുതൽ ശബരിമല തന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ഏറ്റവും പവിത്രമാണ് ബ്രാഹ്മണ്യം. പക്ഷെ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ മിക്കവാറും നിരീശ്വരവാദവുമാണ്, ഈശ്വരവിശ്വാസവും ഇല്ല, മുസ്ലിം വിരോധമാണ്. ഇനി ഒരു വരി കൂടെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കൗതുകമുള്ള ഒരു സാധനം പറയും. അതായത് പലപ്പോഴും ഇത് ചോദിക്കുമ്പോഴും ഒരു സാധാരണ മുസ്ലിമിന്റെ മനസ്സിൽ തോന്നും, ഇസ്ലാമോഫോബിയ ലോകം മുഴുവൻ ഇല്ലേ, അപ്പൊ എങ്ങനെ ഇന്ത്യയിലെ ആത്മീയ ശൂന്യത മാത്രമാകുന്നത്? ഞാൻ കൗതുകമുള്ള ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം. അതായത് യഥാർത്ഥത്തിൽ ജർമ്മനിയിൽ നാസികളായി അവതരിക്കുന്നതും അമേരിക്കയിൽ വെളുത്ത വർഗക്കാരന്റെ വംശീയയായി അവതരിക്കുന്നതും ഇന്ത്യയിൽ മുസ്ലിം വിരോധമായി അവതരിക്കുന്നതും ഒരേ സാധനത്തിന്റെ മൂന്ന് വശങ്ങളാണ്. ജർമ്മനിയിൽ നാസികളാവുന്നതും അമേരിക്കയിൽ വെളുത്ത വർഗക്കാരന്റെ വംശീയത കൂക്ലക്സ് ക്ലാൻ ആയി മാറുന്നതും കറുത്തവനോടും ലറ്റീനോസിനോടും പ്രത്യേകിച്ച് കറുത്തവനോടുള്ള വംശീയതയായി മാറുന്നതും ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയായി മാറുന്നതും ഒരേ സാധനമാണ്. അതിന്റെ റൂട്ട് എന്താണെന്നറിയാം? മൂന്നിന്റെ റൂട്ട് വംശീയമായ ആര്യൻവാദമാണ്. അതായത് എന്താ ഹിറ്റ്ലർ? ബേസിക്കലി ഹിറ്റ്ലർ ആര്യൻവാദിയാണ്. ഹിറ്റ്ലറിന് അവിടെ ഒരു ഇരയെ വേണമായിരുന്നു, സ്കേപ്പ് ഗോട്ടിനെ വേണമായിരുന്നു. സോ ഹിറ്റ്ലർ കണ്ടോ, ജൂതന്മാരാണ് നമ്മുടെ എല്ലാം ചെയ്തത്. അങ്ങനെയാണ് 60 ലക്ഷത്തോളം ആൾക്കാരെ കൊല്ലാനിടയായത്. ഹിറ്റ്ലർ അടിസ്ഥാനപരമായ വംശീയവാദം ഉണ്ടാക്കുന്നത് സെൻസ് ഓഫ് അതർ അല്ലെങ്കിൽ ശത്രുതാ നിർമ്മാണത്തിലൂടെയാണ്. ഹിറ്റ്ലറിന്റെ ശത്രു കാര്യം എന്താ? ഹിറ്റ്ലറിനും ഇത് തന്നെയാണ് വേണ്ടത്, അപ്പുറത്തൊരു ശത്രുവിനെ വേണം. ഇനി അമേരിക്ക, ഞാൻ പ്രത്യേകിച്ച് അമേരിക്കൻ പൊളിറ്റിക്സ് ആഴത്തിൽ പഠിക്കുന്ന വ്യക്തിയാണ്. അമേരിക്കയിൽ എന്താ ബേസിക്കലി, ഞങ്ങൾ വെളുത്തവർഗക്കാർ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, വെളുത്തവർഗക്കാർ നശിക്കുന്നു, ബാക്കിയുള്ളവർ കയറി ഈ സാധനം എടുക്കും. ഇതിന്റെ മൂന്നിന്റെയും കോർ റൂട്ട് കിടക്കുന്നത് ഈ ആര്യൻ എന്താ പറയുക, ആര്യൻ ശൂന്യതയിലാണ്. എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വിശ്വാസവും അമ്പലങ്ങളും ഉള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ ഹിന്ദുത്വ രാഷ്ട്രീയം വളരെ കുറവാണ്. കുറെയൊക്കെ ചില പോക്കറ്റ്സ് വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ വലിയ വിശ്വാസികളാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് വിശ്വാസമാണ്, അവർക്ക് ഈ അപരത്വമില്ല. ഈ അപരത്വവാദം വരുന്നതിന്റെ കോറ് ഒരു ആര്യൻ ഷോവനിസമോ അല്ലെങ്കിൽ ആര്യൻ വംശീയവാദത്തിന്റെ കോറിലാണ് ഈ സാധനം കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും അങ്ങനെ തമ്മിത്തല്ലാൻ ശ്രമിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന BJP-ക്കാരും RSSകാരും ഉണ്ടെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യുന്ന ഉത്തരം കൂടെ ഞാൻ പറയാം. നിങ്ങൾ സെർച്ച് ചെയ്യുക, രാം തിവാരി മംഗൾ. ഈ രാം തിവാരി മംഗളും 2017 എൻ്റെ ഓർമ്മ. സാക്ഷാൽ യോഗി ആദിത്യനാഥിന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത ഉത്തർപ്രദേശിലെ 2 ബ്രാഹ്മണ പിള്ളേരാണ്. ദി വയർ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാം തിവാരി മംഗൾ ഇവരെന്താ ചെയ്തതെന്നറിയാം? സ്വന്തമായി പശുവിന്റെ തല അറത്തിട്ട് അത് മുസ്ലിങ്ങളാണ് ചെയ്തതെന്ന് പ്രചരിപ്പിച്ച് അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അറസ്റ്റ് ചെയ്യുന്നത് കോൺഗ്രസ്സുകാരല്ല, അറസ്റ്റ് ചെയ്യുന്നത് BJP-യിലെ ഏതെങ്കിലും മൃദുവാദികളല്ല, അറസ്റ്റ് ചെയ്യുന്നത് യോഗി ആദിത്യനാഥിന്റെ പോലീസാണ്. രാം തിവാരി മംഗൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ചെയ്യാം. 19 വയസ്സുള്ളതും 21 വയസ്സുള്ള 2 പിള്ളേർ. ഇങ്ങനെയുള്ളവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്.
അതായത് അവർ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ, ഇനി ഒരു കാര്യം കൂടെ അങ്ങേ കൺവിൻസ് ചെയ്യാൻ കൂടി, പ്രത്യേകിച്ച് അങ്ങ് സെൻട്രൽ ട്രാവൻകൂറിലുള്ളതാണ് ഹരിപ്പാട്, നമ്മുടെ സ്വന്തം രമേശ് ചെന്നിത്തലാജിയുടെ ഹരിപ്പാട് അമ്പലത്തിൽ ഏകദേശം ഒരു കോവിഡിന് മുമ്പാണ്, കോവിഡിന് ഒരു വർഷം മുമ്പായിരിക്കും, എന്നെ അവിടെ 2-3 പേര് ഫോൺ വിളിച്ചു. അമ്പലക്കുളത്തിലേക്ക് സ്ഥിരം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു. അമ്പലക്കുളം ഇപ്പോഴും അന്വേഷിക്കേണ്ട ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. മാലിന്യം വലിച്ചെറിയും, നമുക്ക് അതിനെതിരെ പ്രതിഷേധിക്കണം. ഞാൻ പറഞ്ഞു ഉറപ്പല്ലേ പ്രതിഷേധിക്കാം, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJP എല്ലാവരും ഉണ്ട്. ഇപ്പോഴും എന്റെ ഫോട്ടോ ഉണ്ട്, ഫേസ്ബുക്കിൽ ഫോട്ടോ ഉറപ്പുണ്ട്. ഞാനാണ് ഉദ്ഘാടനം. 3 പേർക്കും ഏറ്റവും കോമൺ എഗ്രിമെന്റ് കിട്ടിയത് എന്നെയാണ്. അതുകൊണ്ടാണ് എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചത്. ഞാൻ പോയി, ഞാൻ അവിടെ ആഞ്ഞടിച്ചു, നമ്മുടെ അമ്പലങ്ങൾ നമ്മുടെ പൈതൃകമാണ്, നമ്മുടെ നീന്തൽക്കുളം അമൃതത്തിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇപ്പം ഇറങ്ങിയപ്പോൾ ചോദിച്ചു, ആരാണെന്ന് അറിയാമോ? ഇല്ല ഏട്ടാ, ആരാണെന്നൊന്നും അറിയില്ല. ഞാൻ കാറിലേക്ക് തിരിച്ചു കിടക്കുകയാണ്. എന്നാലും ഇങ്ങനെ അമ്പലക്കുളത്തിന് എല്ലാ ദിവസവും കൊണ്ട് മാലിന്യം കളയുന്ന ആരാണെന്ന് അറിയണ്ടേത്. പയ്യൻ സട്ടിലായിട്ട് എന്നോട് പറയുകയാണ്, ആരാണെന്നൊന്നും അറിയില്ല, പക്ഷെ വരുന്ന ലോറിയിൽ ഇൻഷാ അല്ലാഹ് എന്ന് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് വരുന്ന ലോറിയിൽ അങ്ങനെ എഴുതിയിട്ടാണ്. ഞാൻ പറഞ്ഞ മോനെ അത് ചെയ്യല്ലേ. ഞാൻ എന്നിട്ട് യാത്രയൊക്കെ മാറ്റി അവനെ പിടിച്ചിരുത്തി. അവൻ സംഘാടകനാകാൻ വേണ്ടി, നേതാവാകാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതായത് ചിലപ്പോ അവിടെ എന്തെങ്കിലും മാലിന്യം ഇവൻ തന്നെ രൂക്ഷ എടുത്തിട്ടതായിരിക്കും. എന്നിട്ട് ശത്രു ഉണ്ടെങ്കിലല്ലേ അവന് റിലവൻസ് ഉള്ളൂ, പ്രശ്നം ഉണ്ടെങ്കിലല്ലേ സോൾവ് ചെയ്യുന്നതിന് റിലവൻസ് ഉള്ളൂ. അപ്പം ഇതൊരു ശൂന്യതയാണ്. ഈ ശൂന്യതയെ വെച്ച് അവൻ മുതലാക്കാൻ നോക്കുക, അല്ലെങ്കിൽ അവനോ ഒരാള് മാത്രമാണ് അതൊരു ഇനി ഒരു കാര്യം കൂടെ പറയാം. അങ്ങക്ക് ഞാൻ മെസ്സേജ് അയക്കാം, ഇതാരാണ് എന്നോട് പറഞ്ഞതെന്ന്. അത് തൽക്കാലം വെളിയിൽ പറയണ്ട, പ്രേക്ഷകർ ആ ആളുടെ പേരറിയണ്ട. മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. ഞാൻ അങ്ങേയും കൂടെ കൺവിൻസ് ചെയ്യാനായിട്ട് കാര്യം അത് ആൾ ആരാണെന്ന് വെളിയിൽ പറയുന്നത് ഇപ്പൊ അദ്ദേഹം ജീവിച്ചും കൂടി ഇരിപ്പില്ലാത്തതുകൊണ്ട് മോശമാണ്. വ്യക്തിയല്ല പ്രധാനം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വ്യക്തി പറയാത്തത്. ഒരു സെറ്റ് കിട്ടിയോന്നറിയില്ല. ശരി, വളരെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ്. അത് BJP നന്നാക്കാനും കോൺഗ്രസിനെ ചീത്തയാക്കാനും ഒന്നുമല്ല, നടന്ന കാര്യമാണ്. അങ്ങേക്ക് അയച്ചിട്ടുണ്ട്, ഞാൻ ബ്ലൂടിക്ക് വന്നോന്നറിയില്ല. ഈ വളരെ അത്യാവശ്യം ബഹുമാനിക്കപ്പെടുന്ന പരമസാത്വികനായ ഒരു മനുഷ്യൻ ശബരിമല പ്രക്ഷോഭം നടന്നപ്പോൾ എന്നോട് പറയാം, രാഹുലെ ഞങ്ങൾ തോറ്റു, സുപ്രീം കോടതിയിൽ 4-1 തോറ്റു, ജയിക്കുമെന്നൊരു പ്രതീക്ഷയില്ല, കുമാരനാഥ് സാർ അടക്കം എല്ലാവരും ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. കാര്യം എല്ലാവരും ഒരുപാട് ഫൈറ്റ് ചെയ്തു, നമുക്ക് മനമെടുത്തു എന്നുള്ളതാണ് സത്യം. ഇനി എന്തായാലും കേസ് ജയിക്കില്ല. ഞാൻ അന്നും പറഞ്ഞു നമ്മൾ പോരാടും, നമ്മൾ ജയിക്കും, കാര്യം അയ്യപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തിൽ പറഞ്ഞാൽ ഇദ്ദേഹം വളരെ മുതിർന്ന നേതാവിനോട് പറയാണ്, നമുക്കൊരു പ്രക്ഷോഭത്തില് ഒരു 2-3 പേര് വെടിവെപ്പിലൊക്കെ കൊല്ലപ്പെടും. ആ കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് സുപ്രീം കോടതിയൊക്കെ ഇത് സീരിയസ് ആയിട്ട് സാധനം എടുക്കുന്നത്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, എന്തിനാണ് സാർ നമ്മുടെ കൂടെ നിൽക്കുന്ന 2-3 ആൾക്കാർ മരിക്കണമെന്ന് പറഞ്ഞാൽ അയ്യപ്പ ഭക്തർ മരിക്കില്ലേ, നമുക്ക് നഷ്ടമല്ലേ? അപ്പൊ പുള്ളിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് എന്തോ തെറ്റ് പറ്റിയെന്ന് തോന്നി. പുള്ളി പറഞ്ഞു, അങ്ങനല്ല രാഹുലെ, ഒരു നാഷണൽ മീഡിയയിലൊക്കെ ഒരു വാർത്തയും കാര്യങ്ങളും ഓളവും ജനങ്ങൾ ഇതിനെ എതിർക്കുന്നു, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നലുണ്ടാക്കാൻ ഇത് വേണ്ടേ? അപ്പം അന്ന് എനിക്ക് ഒരുപാട് കാലമായിട്ട് മനസ്സിലായി, ഞാൻ അന്വേഷിച്ചിരുന്ന വടംപള്ളി ഇല്ലത്തെ നാഗവല്ലി വെളിയിലല്ല, ഞങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ഇത് അടുത്ത ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താ ശബരിമല വിധിയുടെ ക്രക്സ്? എന്നിട്ട് ഞാൻ ഇത് പറഞ്ഞു തീർത്തപ്പോൾ ഞാൻ തന്നെ ഇറങ്ങി നടന്ന് റിപ്പബ്ലിക്കിൽ ഇറങ്ങി ഗോസ്വാമിയെ കണ്ടു, ബാക്കിയുള്ളവരെ കണ്ടു, ഞങ്ങൾക്ക് പരമാവധി സപ്പോർട്ട് തരണമെന്ന് പറഞ്ഞു. 4-1 വിധിന്യായം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആരും മറികടന്നിട്ടില്ല. 4-1 എന്ന സുപ്രീം കോടതി വെർഡിക്റ്റ് നമുക്ക് മറികടക്കാൻ കഴിഞ്ഞത് നമ്മൾ പറയുന്ന സത്യമായതുകൊണ്ടാണ്. അതാണ്, നമ്മൾ പറയുന്ന സത്യമാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കും, അതാണ് അതിന്റെ സത്യം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, ശബരിമല വിധിന്യായത്തിന്റെ ക്രക്സ് എന്താണെന്നറിയാം? ജസ്റ്റിസ് ദീപക് മിശ്ര എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബ്രാഹ്മണനായ, ഒറീസ ബീഹാർ ബ്രാഹ്മണനായിരുന്ന വ്യക്തി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ചവിട്ടുപടിയായിട്ടാണ് ഇത് വെച്ചത്. അതായത് ഇത് രാഹുൽ ഈശ്വർ കണ്ടെത്തിയൊന്നുമല്ല, സുബ്രഹ്മണ്യ സ്വാമി അടക്കം ഇപ്പോഴും ട്വിറ്ററിൽ കിടക്കുന്ന, അതായത് 2024 നവംബർ 29 ട്വിറ്ററിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ട്വീറ്റിലടക്കം അദ്ദേഹം പറയുന്നുണ്ട്, ശബരിമലയില് സ്ത്രീകൾ കയറണം, ഇത് യൂണിഫോം സിവിൽ കോഡിലേക്കുള്ള ചവിട്ടുപടിയാകണം. ഇത് തന്നെയായിരുന്നു ജസ്റ്റിസ് ദീപക് മിശ്രയുടെ പ്ലാനും. അതായത് ശബരിമല വിധിന്യായത്തിന് വേണ്ടി ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി എന്തോ വലിയ ത്യാഗം ഞങ്ങൾ ചെയ്യുകയാണ്, ഇനി നമുക്ക് മുസ്ലിം സഹോദരിമാരെ രക്ഷിക്കാം. ഇതാണ് ഇനി മുസ്ലിം സഹോദരിമാരെ രക്ഷിക്കാം. ഈ സാധനമാണ്, ഇത് ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ശൂന്യതയാണ്. എനിക്ക് അതുകൊണ്ട് അവരോട് ദേഷ്യവും തോന്നാത്തത്. ഞാൻ അന്ന് ജസ്റ്റിസ് ദീപക് മിശ്രയെ പേരെടുത്ത് വിമർശിച്ചു, ഇന്ദിരാ ജയസിംഗ് സുപ്രീം കോടതിയിൽ അത് വായിച്ചു, എന്റെ അഡ്വക്കേറ്റ് സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിന്റെ വക്കാലത്ത് പബ്ലിക്കലി ഒഴിഞ്ഞു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ചീഫ് ജസ്റ്റിസിനെ ഒന്നും അങ്ങനെ ഇന്ന് ഞാൻ പറയൂല, കാര്യം ഇന്ന് ഞാൻ ലോയർ കൂടെയാണ്, നമ്മുടെ ബാർ കൗൺസിൽ ചെയ്തിട്ടുണ്ട്, എനിക്കെതിരെ നടപടി വരും. പക്ഷേ രാജാവ് നഗ്നനാണെന്നോ ജഡ്ജി നഗ്നനാണെന്നോ വിളിച്ചു പറയാൻ നമ്മൾ മടി കാണിക്കണ്ട. കാര്യം സത്യത്തിന്റെ ബേസിലെ ഈ രാജ്യത്തെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എത്ര സത്യം പറയാൻ കഴിയുമോ അത്രയും സത്യം പറഞ്ഞുകൊണ്ടേ നമുക്ക് ഈ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ആ സത്യത്തിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്, ആ ശക്തിയിൽ ഈ സാധനങ്ങൾ നിൽക്കും. ഇപ്പൊ എനിക്കെതിരെ നമ്മുടെ കോടതി ഇലക്ഷൻ വന്നാൽ ഞാൻ 6 മാസം 1 വർഷം ജയിലിൽ പോകുമായിരുന്നു.
കാര്യം സുപ്രീം കോടതി 5 അംഗ ബെഞ്ചും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസുമാണ്. അന്ന് എന്നെ കൊണ്ട് ദൈവം പറയിച്ചതാണ്, അങ്ങക്ക് ഞാനൊരു 30 സെക്കൻഡ് തരൂ എന്ന് പറയുന്ന ഒരു വളരെ വൈറലായ ക്ലിപ്പ് കേട്ട് കാണാം. അത് ഇത് പറയാൻ വേണ്ടിയുള്ള 30 സെക്കൻഡാണ്. ഈ സാധനമാണ് ഇതിൽ പറയുന്നത്. ഇത് നമ്മുടെ കുഞ്ചാക്കോ സിനിമയിലൊക്കെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും നന്നായി പറഞ്ഞത് 30 സെക്കൻഡ് അതാണ്. സാക്ഷാൽ ചീഫ് ജസ്റ്റിസിന് മലയാളത്തിൽ ഇരുന്ന ഒരു ചാനലിൽ ഒരാൾ പറഞ്ഞത് സുപ്രീം കോടതിയിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു. എനിക്ക് അന്നും ജയിക്കുമെന്ന് ഉറപ്പുള്ളത് നമ്മൾ പറയുന്ന സത്യമാണ്. മറുഭാഗത്ത് ഒരു അജണ്ടയും നറേറ്റീവുമാണ് അവർ പോകുന്നത്. ആ സത്യം ചിലപ്പം കുറച്ച് താമസിക്കുമായിരിക്കും ജയിക്കാൻ, പക്ഷെ ആ സത്യം ജയിക്കും. ആ സത്യത്തിലൂടെ നമുക്ക് ഈ രാജ്യത്തെ നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് എന്റെ വിശ്വാസം.